വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് മീ. അപ്പോൾ ഇന്നൊരു ലഞ്ച് റെസിപ്പി ആട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നാട്ടിലെ പെട്ടിയിലെ നമ്മുടെ പോർക്ക് ഉണ്ടല്ലോ, അതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം പോർക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് പ്രഷർ പോകുമ്പോൾ ഓപ്പൺ ചെയ്ത് കുക്കായി ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ടൈമും കൂടെ വയ്ക്കാം. അങ്ങനെ അപ്പോൾ ആ സമയം കൊണ്ട് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ജൂലിയൻസായി കട്ട് ചെയ്തത്, 3 പച്ചമുളക്, 2-3 ഉണക്കമുളക്, 5-6 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 8 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഒരുപാട് ഡ്രൈ ആവുമൊന്നും വേണ്ട, അതുപോലെ കളറൊന്നും ചേഞ്ച് ആവേണ്ട. നമ്മളത് ഫ്രൈ ചെയ്യണതാണല്ലോ, അപ്പോൾ ആ സമയത്തേക്ക് ആകുമ്പോഴേക്കും അത് സെറ്റായിക്കോളും. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മസാല ഒന്നും ആഡ് ചെയ്യാത്തൊരു റെസിപ്പി ആട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അതുപോലെ ഗസ്റ്റിനൊക്കെ ഇമ്പ്രസ് ചെയ്യാനും നല്ലൊരു റെസിപ്പി ആട്ടോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അത് റോസ്മെല്ലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ 1/4 ടീസ്പൂണിനെക്കാട്ടിയും കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പോർക്ക് ആഡ് ചെയ്യണം. ഈ മസാലയൊക്കെ റോസ്മെല്ലിൽ പോയതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ പോർക്ക് ആഡ് ചെയ്യാം കേട്ടോ. പോർക്ക് ആഡ് ചെയ്യുമ്പോൾ പോർക്കിൻ്റെ ആ കുക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യണ്ട, കാരണം അതിൽ ഓൾറെഡി നെയ്യും ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് അത് ആഡ് ചെയ്യണില്ല. കുറച്ച് മാത്രം ലാസ്റ്റ് പോർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു 1/4 കപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മസാലയായിട്ട് കോട്ടായി കിട്ടാൻ മാത്രം ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ, ആ പോർക്കിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി അടിപൊളിയാണ്. ഇനി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോർക്കായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ നമ്മുടെ കുടംപുളി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുടപ്പുളി സോക്ക് ചെയ്തതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് കറിവേപ്പില ഈ സമയത്തും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം. പുളി കുറവാണെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു കോമ്പിനേഷനാട്ടോ. നിങ്ങൾ പോർക്ക് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ സോക്ക് ചെയ്ത കുടപ്പുളി വെള്ളം ഒന്ന് ആഡ് ചെയ്ത് നോക്കും. നമുക്ക് ആ ഡിഫറൻസ് അപ്പോൾ മനസ്സിലാവും. ഇതിൽ നിന്ന് നെയ്യൊക്കെ അത്യാവശ്യം ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചും കൂടെ കറിവേപ്പില ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് എത്രയാണോ ഡ്രൈ ആവേണ്ടത് അതിനനുസരിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ ഡ്രൈ ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം നമ്മൾ ആഡ് ചെയ്ത ആ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും. ഇപ്പം അത്യാവശ്യം നല്ലോണം നെയ്യ് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ നെയ്യ് നമ്മൾ എടുക്കില്ല കേട്ടോ. അതായത് ഇത് ഡ്രൈ ആയി വരുമ്പോൾ നെയ്യ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് കോരി മാറ്റുക. ഈ റെസിപ്പി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു 1/2 നെയ്യുള്ള ഭാഗവും 1/2 മീറ്റും എടുത്തിട്ട് ട്രൈ ആയിരിക്കും നല്ലത്. ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നമ്മളധികം മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. പോർക്ക് കഴിക്കാത്ത ആൾക്കാരും ഈ റെസിപ്പി പോർക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഓണമൊക്കെ വരുമല്ലോ, അപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല റെസിപ്പിയാണ്. ഇനി അടുത്തത് മുരിങ്ങക്കായ ഉപ്പേരിയാണ്. പണ്ടൊക്കെ മുരിങ്ങക്കായ സീസണായി കഴിഞ്ഞാൽ ഈ ഒരു ഉപ്പേരി എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒന്നും അങ്ങനെ ആക്കാറില്ല. അപ്പോൾ ആദ്യം മുരിങ്ങക്കായ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഒരുപാട് സോഫ്റ്റ് ആവാൻ നിൽക്കണ്ട, അങ്ങനെ ആവുമ്പോൾ അതിങ്ങനെ വിട്ട് വരും. നമുക്ക് ഒന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വെള്ളം വറ്റി വരുന്നവരെ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് മുരിങ്ങക്കായ ആവശ്യത്തിന് വേവുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് മുരിങ്ങക്കായ കോരി മാറ്റിയാലും മതി. നിങ്ങൾക്ക് ഏതാണ് നന്നായി തോന്നണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് മുരിങ്ങക്കായ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതിപ്പോൾ ഞാൻ 2 മുരിങ്ങക്കായ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ചെറിയുള്ളി, അതുപോലെ ഉണക്കമുളക്. ഇത് രണ്ടും ക്രഷ് ചെയ്തിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് തേങ്ങ ആഡ് ഈ റെസിപ്പിയിൽ. പക്ഷേ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്
വീട്ടിൽ തന്നെ ഉണക്കിയ ഉണക്കമുളകായതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആ ഒരു റോസ് സ്മെല്ല് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരുമിച്ച് ക്രഷ് ചെയ്തത് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് കടുക് ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കാം. ഞാൻ കടുക് പൊട്ടിക്കില്ല, ഡയറക്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഈ ഓയിലിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മൂത്ത് വരണം. ആ തേങ്ങയുടെ ആ റോസ് സ്മെല്ലൊക്കെ പോകണം. തേങ്ങ ഒന്ന് ഡ്രൈ ആയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് മാത്രം മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങയിൽ ഉപ്പ് കുറവായിരിക്കുമല്ലോ, നമ്മൾ ഉപ്പ് മുരിങ്ങക്കായയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും തേങ്ങയ്ക്കുള്ളത് ആഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മുരിങ്ങക്കായ ആഡ് ചെയ്തിട്ട്. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ആ ഒരു സ്റ്റീമിൽ ആ തേങ്ങയും മുരിങ്ങക്കായ ഒന്ന് മിക്സായി വരണം. അത്രേ ഉള്ളൂ, ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങക്കായ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ റെസിപ്പി അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൽ മെയിനായിട്ട് ഇത് രണ്ടുമാണ്: പോർക്ക് ഡ്രൈ ഫ്രൈ, പിന്നെ മുരിങ്ങക്കായ ഉപ്പേരി, പിന്നെ ചായ മനസച്ചീര ഉപ്പേരി വെച്ചത്. ചീര റെസിപ്പിയൊക്കെ ഓൾറെഡി ഷോർട്ട് വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. ഈ പോർക്ക് റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ മുരിങ്ങക്കായ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നിങ്ങൾക്കിഷ്ടാവും. അപ്പോൾ ഞാനെന്ത് ലഞ്ച് കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഓണം സീസണൊക്കെ അല്ലേ, നല്ലൊരു ഓണം വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബായ്. റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.